കനൽ ചിതറുന്ന ആ പോരാട്ടത്തിന് തൊട്ടു മുൻപ് അർജന്റീനൻ ക്യാമ്പിന്റെ നെഞ്ചിടിപ്പ് കൂട്ടി സ്വിറ്റ്സർലാൻഡ് കോച്ചിന്റെ പ്രഖ്യാപനമെത്തി. പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെതിരെ നാടകീയ വിജയവുമായി എത്തുന്ന സ്കലോണിയുടെ പിള്ളേരെ തറ പറ്റിക്കാൻ തങ്ങൾക്ക് കൃത്യമായ തന്ത്രങ്ങളുണ്ടെന്നാണ് സ്വിസ് ക്യാമ്പ് അവകാശപ്പെടുന്നത്. അവസാന മത്സരങ്ങളിൽ ഈജിപ്തും കെപ്പ് വെർദയും അർജന്റീനൻ പ്രതിരോധ കോട്ടയിൽ വിള്ളലുകൾ വീഴ്ത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് ലോക ചാമ്പ്യന്മാരെ അട്ടിമറിക്കുമെന്ന് സ്വിസ് പരിശീലകൻ ഇത്രയും ശക്തമായി ഉറപ്പിക്കുന്നത്. അർജന്റീന മികച്ച ടീമാണ്, എന്നാൽ ഈജിപ്ത് അവരെ സമ്മർദ്ദത്തിലാക്കിയത് നമ്മൾ കണ്ടതാണ്. ആ പ്രതിരോധ പിഴവുകൾ മുതലാക്കാൻ പോന്ന ആക്രമണ നിര ഞങ്ങൾക്കുണ്ടെന്ന് സ്വിസ് കോച്ച് പറഞ്ഞു വെക്കുമ്പോൾ ലക്ഷ്യം വ്യക്തമാണ്. ലയണൽ മെസ്സിയെയും സംഘത്തെയും ഒരിഞ്ച് പോലും ഫ്രീ ആയി കളിക്കാൻ അനുവദിക്കാതെ മധ്യനിരയിൽ കടുത്ത ഹൈ പ്രസിംഗ് ഗെയിം കൊണ്ട് ശ്വാസം മുട്ടിക്കുക തന്നെ. എന്നാൽ സ്വിസ് പട തന്ത്രങ്ങൾ മെയ്യുമ്പോൾ മറുഭാഗത്ത് അർജന്റീനയുടെ ആത്മവിശ്വാസം വാനോളമാണ്. ഗ്രൗണ്ടിൽ ചോര തിളയ്ക്കുന്ന നീലയും വെള്ളയും തരംഗമായി മാറാൻ അവർക്കിനി അധിക സമയം വേണ്ട. 2 ഗോളുകൾക്ക് പിന്നിൽ നിന്നതിന് ശേഷം അർജന്റീന നടത്തിയ ആ വിശ്വരൂപം അത് ഏത് പ്രതിസന്ധിയിലും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാൻ പോന്നതാണ്. മെസ്സി എന്ന മാന്ത്രികന്റെ ഒരു നിമിഷത്തെ മിന്നലാട്ടത്തിൽ കളി തിരിക്കാൻ കെൽപ്പുള്ള അതിമാനുഷിക കരുത്തും സ്കലോണിയുടെ തന്ത്രപരമായ പ്രതിരോധ മികവും കൂടിച്ചേരുമ്പോൾ അർജന്റീനയെ തൊടുക അവർക്കത്ര എളുപ്പമാകില്ല. തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക് കളി തിരിച്ചുവിട്ട ആ അർജന്റീനൻ വീര്യം തന്നെയാണ് സ്വിസ് കോച്ചിന്റെ പ്രസ്താവനകളെ വെറും വാക്കുകളായി മാറ്റാൻ പോന്ന ഏറ്റവും വലിയ ആയുധവും. കളി മിനിറ്റുകൾ കൊണ്ട് മാറിമറിയുന്ന ലോകകപ്പ് വേദിയിൽ മെസ്സിയുടെ ഓരോ ചുവടും ചരിത്രത്തിലേക്കുള്ളതാണ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ വന്യമായ കരുത്തും യൂറോപ്യൻ അച്ചടക്കവും തമ്മിൽ മാറ്റുരയ്ക്കുന്ന ഈ ക്വാർട്ടർ പോരാട്ടം കടുത്തൊരു തന്ത്രപരമായ യുദ്ധമായി മാറുമെന്നതിൽ സംശയവുമില്ല. അർജന്റീനൻ ആരാധകരുടെ പ്രാർത്ഥനകളും ആവേശവും വാനോളമുയരുന്ന ഈ രാത്രിയിൽ പ്രതിരോധത്തിലെ പിഴവുകൾ തീർത്ത് മെസ്സിയും കൂട്ടരും കളം ഭരിക്കുമോ, അതോ സ്വിസ് പട ലോക ചാമ്പ്യന്മാരെ അട്ടിമറിക്കുമോ എന്നറിയാൻ ഏതാനും മണിക്കൂറുകൾ കൂടി കാത്തിരിക്കാം.